മരണം പതിയിരിക്കുന്ന അപകട മുനമ്പാണ് മുതലപ്പൊഴി. കൺമുന്നിൽ കടൽ കൊണ്ടുപോയ ജീവനുകൾ അനവധി. അനാഥരായ എത്രയോ കുടുംബങ്ങൾ, നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളികൾ, കരഞ്ഞ് കണ്ണീര് വറ്റി തീരാ ദുരിതമകറ്റാൻ സർക്കാരിന് മുന്നിൽ കൈകൂപ്പി കേണപേക്ഷിക്കുന്നു തീരദേശവാസികൾ. മരണക്കുഴിയിൽ നിന്നും കരകയറ്റേണ്ട സർക്കാരാകട്ടെ മുതലപ്പൊഴിയെ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. നാടിന്റെ സ്വപ്ന പദ്ധതി ഇന്ന് തീരത്തിന്റെ ശാപമാണ്. 2006 പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായ ശേഷം ഇതുവരെ 75ഓളം മരണങ്ങൾ. പരിക്കേറ്റ് ദുരിതമനുഭവിച്ചത് 700-ലേറെ പേർ. വള്ളവും വലയും ഉൾപ്പെടെ ലക്ഷങ്ങളുടെ നഷ്ടങ്ങളുണ്ടായി കടത്തിൽ നിന്ന് കരകയറാനാകാത്ത നിരവധി ജീവിതങ്ങൾ. മുതലപ്പൊഴി എന്ന് കേൾക്കുമ്പോൾ സർക്കാരിന് മുതലക്കണ്ണീരാണ്. അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ശേഷം അവശേഷിക്കുന്നത് ശാശ്വത പരിഹാരമെന്ന പ്രഖ്യാപനം മാത്രം. പ്രശ്നങ്ങൾ പഠിക്കാൻ നിരവധി ഏജൻസികൾ വന്ന് റിപ്പോർട്ട് നൽകി മടങ്ങി. മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും കേൾക്കാതെ. ഫലമോ മുതലപ്പൊഴി മരണപ്പൊഴിയായി തന്നെ തുടരുന്നു. തീരത്തെ സാധു മനുഷ്യരുടെ വിലാപം സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ദുരിത കാഴ്ചയാണ് അധികാരികൾക്ക്. എന്നാൽ കണ്ടതിലും കേട്ടതിലും ഏറെയാണ് മുതലപ്പൊഴി തീരാ ദുരിതങ്ങൾ. ഇത് കുറെ നാളുകളായിട്ട് ഞങ്ങളുടെ ആൾക്കാർ മരിക്കുമ്പോൾ പല പൊള്ള വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങളെ പറ്റിക്കുകയാണ്. ഇനിമേലെ പറ്റിക്കാൻ പാടില്ല ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അച്ഛൻ പോയിന് ഞങ്ങൾക്ക് ആരെയില്ല. ഇനി ഇതുപോലെ ഒരു ജീവൻ കൂടെ പോകാൻ വഴി വെക്കല്ലോ. നിങ്ങൾ എങ്ങനെയെങ്കിലും അപകടമൊക്കെ മാറ്റണം. മുതലപ്പൊഴിയിലെ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം പണ്ടേ കുപ്രസിദ്ധം. 440 മീറ്റർ നീളത്തിലും 90 മീറ്റർ വീതിയിലുമാണ് മുതലപ്പൊഴിയിൽ പുലിമുട്ട്. തീരത്ത് വീശുന്ന കാറ്റിന്റെ ഗതി, കാറ്റിന്റെ വേഗത, മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള തിരമാലകളുടെ സ്വഭാവം, മുൻകാല വേലിയേറ്റ വേലിയിറക്ക രേഖ, പ്രാദേശികമായി അനുഭവപ്പെടുന്ന വിവിധ ജലപ്രവാഹങ്ങൾ എന്നിവയൊന്നും പരിഗണിക്കാതെയുള്ള പഠനം നടത്താതെയുള്ള നിർമ്മാണം. പുലിമുട്ടിന്റെ പ്രവേശന കവാടത്തിൽ മണൽ നിറഞ്ഞ് ആഴം കുറഞ്ഞതാണ് തിര ശക്തമായി അടിച്ചുകയറി അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മണൽ ഡ്രഡ്ജ് ചെയ്ത് നീക്കണമെന്നാണ് ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. 2022 ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം ചെയ്ത് ആഴം കൂട്ടിയപ്പോൾ അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞിരുന്നു. ഇപ്പോൾ അദാനി ഗ്രൂപ്പിനാണ് മണ്ണ് നീക്കാനുള്ള ചുമതല. വിഴിഞ്ഞം പോർട്ടിനായി മുതലപ്പൊഴിയിലെ സൗകര്യങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ എല്ലാ വർഷവും കൃത്യമായി ഡ്രഡ്ജിംഗ് നടത്താമെന്ന് കരാറുണ്ടായിരുന്നു. എന്നാൽ ഡ്രഡ്ജർ ഉപയോഗിക്കാതെ മറ്റു മാർഗങ്ങളിലൂടെയാണ് മണ്ണ് നീക്കുന്നതെന്നും ഇത് അപര്യാപ്തമാണെന്നും തീരദേശവാസികൾ പറയുന്നു. മഴ കൂടുന്നതിനനുസരിച്ച് വെള്ളം ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ മണ്ണുകൊണ്ട് മൂടുമ്പോഴത്തേക്കും ഇവിടെ അപകടം തന്നെയാണ്. 1.5 ആളിൻ്റെ അത്ര താഴ്ചയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ കപ്പൽ കയറി പോയി വന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഇട്ട് അളന്ന് നോക്കിയാൽ 1.5 ആളിൻ്റെ താഴ്ചയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതിന് കണക്കാക്കിയുള്ള കടലടിക്കും ഇവിടെ. പ്രകൃതിദത്തമായ മണലൊഴുക്ക് തടസ്സപ്പെട്ടു. ഒരു സീസണിൽ തെക്കോട്ടൊഴുകുന്ന മണൽ തുറമുഖം നിർമ്മിച്ചത് കാരണം വടക്കോട്ടെത്തുന്നില്ല. തുറമുഖ നിർമ്മാണം കാരണം തുറമുഖ ചാനലിനോട് ചേർന്ന് നിക്ഷേപിച്ചിട്ടുള്ള കല്ലുകളും ടെട്രാപോഡുകളും അഴിമുഖത്തേക്കിടിഞ്ഞു. ഡ്രഡ്ജിംഗ് കൃത്യമായി നടക്കാത്തതിനാൽ പലയിടങ്ങളിലും മണൽത്തിട്ടകൾ രൂപം കൊണ്ടു. പുലിമുട്ടിന്റെ വീതി 60 മീറ്ററായി കുറഞ്ഞു. 6 മീറ്റർ ആഴം വേണ്ടിടത്ത് 2 മീറ്ററോളം മാത്രം ആഴം. വള്ളങ്ങൾ പോകുന്ന ഭാഗത്തെ ആഴക്കുറവ് തിരിച്ചറിയാൻ ബോയകൾ സ്ഥാപിക്കുമെന്ന വാഗ്ദാനവും നടപ്പിലായില്ല. ഒരു വർഷത്തിൽ 3 മാസത്തിൽ 1000 ആൾക്കാർ മരിക്കുന്നുണ്ട്. സർക്കാർ ഒന്നും ചെയ്യില്ല. ഒരു കുടുംബം പോയി കഴിഞ്ഞാൽ ആർക്കും തരുമോ? ഞങ്ങൾ ഈ 3 മാസം പട്ടിണി കിടന്ന ആർക്കും തരുമോ? ഞങ്ങൾ പണിക്ക് പോലെ ഞങ്ങളുടെ കുടുംബം ജീവിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഒരു സേഫ്റ്റി ഇല്ല ഇവിടെ. പഠനങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും വേണ്ടുവോളം ഉണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് ഇതൊന്നും രക്ഷയാകുന്നില്ല. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കടലിലിറങ്ങി ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങളിലെ കണ്ണീർ തോരുകയുമില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.